നമ്മുടെ ഭൂമിയിൽ 8 ബില്യൺ മനുഷ്യർ, ആയിരക്കണക്കിന് ഭാഷകൾ, സംസ്കാരങ്ങൾ. പക്ഷേ ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമാണോ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു സംശയത്തിന് ഉത്തരം കിട്ടാതായിട്ട് 70 വർഷം. വെൽക്കം ബാക്ക് ടു എവിടെയാണ് എല്ലാവരും. ഇതാണ് ഫെർമി പാരഡോക്സ്. 1961 ഫ്രാങ്ക് ഡ്രേക്ക് ഒരു സമവാക്യം തയ്യാറാക്കി. അതായത് നമ്മുടെ ഗാലക്സിയിൽ മാത്രം 1000 അല്ലെങ്കിൽ 10,000 സിവിലൈസേഷനുകൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇതുവരെ നമുക്കൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി ചില തിയറികളുണ്ട്. എന്തുകൊണ്ട് നമുക്കിതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം ജീവൻ്റെ തുടിപ്പുള്ളത്? ഒന്നാമത്തേത് ദുർലഭമായ ഭൂമി. ചന്ദ്രനില്ലെങ്കിൽ, കാന്തിക മണ്ഡലമില്ലെങ്കിൽ, ഓസോൺ പാളി ഇല്ലെങ്കിൽ ജീവൻ അസാധ്യം. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂമി നമുക്കൊരു ലോട്ടറി ടിക്കറ്റാണ്. രണ്ടാമത്തേത് ഗ്രേറ്റ് ഫിൽട്ടർ. ഒരു പക്ഷേ ഇതിനു മുമ്പും ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം, മനുഷ്യരെ പോലുള്ള ജീവികളും ഉണ്ടായിരുന്നിരിക്കണം. ഒരു ഘട്ടത്തിൽ എല്ലാ സിവിലൈസേഷനുകളും നശിക്കുന്നത് പോലെ അവകളും നശിച്ചിട്ടുണ്ടാകണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ അടുത്തത് നമ്മളായിരിക്കും, അടുത്തത് ഭൂമിയുടെ നാശമായിരിക്കും. മൂന്നാമത്തേതാണ് ഡാർക്ക് ഫോറസ്റ്റ് തിയറി. പ്രപഞ്ചം ഒരു ഇരുണ്ട കാട് പോലെയാണ്. ഒരു പക്ഷേ നമ്മൾ ഏലിയൻസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളറിയാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നാലാമത്തേത് സിംഗുലാരിറ്റി തിയറി. അതായത് ഏലിയൻസ് നമുക്കിടയിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഇതെല്ലാമാണ് എന്തുകൊണ്ട് വേറെ എവിടെയും നമുക്ക് ജീവൻ്റെ തുടിപ്പ് കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്തത് എന്നുള്ളതിനുള്ള തിയറികൾ. എന്നാൽ മനുഷ്യർ ഇപ്പോഴും പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് തിരയുകയാണ്. അതിനുദാഹരണമാണ് SETI പ്രൊജക്റ്റ്. 60 വർഷമായി എവിടെ നിന്നെങ്കിലും റേഡിയോ സിഗ്നലുകൾ വരുന്നുണ്ടോ എന്ന് SETI പ്രൊജക്റ്റിലൂടെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. 2023 വണ്ടർ സിഗ്നൽ എന്നൊരു സിഗ്നൽ വന്നിരുന്നു. എന്നാൽ അതിൻ്റെ ഉറവിടം തേടി ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം സംഭവിച്ചത്. അതൊരു മൈക്രോവേവ് ഓവനിൽ നിന്നുണ്ടായ സിഗ്നലായിരുന്നു. ഇനി എന്താണ് UFO, അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്? നാസയുടെ പെൻറ്റഗൺ ഇപ്പോൾ UFOകളെ കുറിച്ച് പഠനം നടത്തുന്നു. 2023 ഇന്ത്യയിലെ ഒഡീഷയിൽ UFO കണ്ടതായി അവകാശപ്പെടുന്നു. ശരിക്കും UFO ഉണ്ടോ? 1000-ലധികം വിമാനചാലകർ UFO കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ 95% UFO കേസുകളിലും ഒന്നില്ലെങ്കിൽ പ്രകൃതി നിർമ്മിത അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത കാരണങ്ങൾ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 സാധ്യതകളാണുള്ളത്. നമ്മൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ അവർ ഇവിടെയുണ്ട്. ഇനി ഏലിയൻസിനെ കുറിച്ച് എൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പ് അസാധ്യമൊന്നുമല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല? ആയിരക്കണക്കിന് ലൈറ്റ് ഇയർ ദൂരെ കിടക്കുന്ന പ്ലാനറ്റുകളെ നിരീക്ഷിക്കാൻ വരെ ടെലസ്കോപ്പുള്ള ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്കിതുവരെ ഒരു സൂചന പോലും ലഭിച്ചില്ല? ഇനി അമേരിക്ക വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഏരിയ 51 ഏലിയൻസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ ഏലിയൻസിനെ കണ്ടെത്തിയിട്ടുണ്ടോ? മനുഷ്യൻ്റെ ചരിത്രം ഏതാണ്ട് 10,000 വർഷത്തിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഏലിയൻസ് വന്നിട്ടുണ്ടോ? ഇതെല്ലാം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തന്നെ തുടരുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിനുള്ള സമയം കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ?